എഞ്ചിനീയേഴ്സ്, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഫ്ലോർസ് ആൻഡ് ഫ്ലോറിങ്സ് എന്ന് പറയുന്നത്. രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ആ ചാപ്റ്റർ പഠിക്കാറുള്ളത് അല്ലേ. ആദ്യത്തെ ഒരു ഭാഗത്തിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഫ്ലോറുകളെ കുറിച്ച് പഠിക്കും. അതിനുശേഷം നമ്മൾ ഈ ഫ്ലോർസിൽ യൂസ് ചെയ്യുന്ന ഫ്ലോറിംഗ് മെറ്റീരിയലുകളെ കുറിച്ച് പഠിക്കും. അപ്പോൾ നിങ്ങൾ കുറേയധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ടൈപ്സ് ഓഫ് ഫ്ലോർ എന്ന് പറയുന്ന ഭാഗവും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കേരള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം വരാനിരിക്കുന്ന ഓവേഴ്സ് ഇയർ ലെവൽ എക്സാംസിനും എക്സാംസിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കണ്ടൻറ്റ് യൂസ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് അധികം ടൈം കളയാണ്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ടൈപ്സ് ഓഫ് ഫ്ലോറുകളെ പറ്റിയാണ് നോക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഫ്ലോറുകളെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത്. നമുക്ക് ടിമ്പർ ഫ്ലോറുകളും വരുന്നുണ്ട്, കോമ്പോസിറ്റ് ഫ്ലോറുകളും വരുന്നുണ്ട്. ഓക്കെ, അതിൽ തന്നെ നമ്മൾ ടിമ്പർ ഫ്ലോസിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരുന്ന ഒരു ഭാഗമാണ് ടിമ്പർ ഫ്ലോർ എന്ന് പറയുന്നത്. സോ ഈ ടിമ്പർ ഫ്ലോർ ആ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലേ, ടിമ്പർ ആയിരിക്കും അവിടെ നമ്മൾ ഫ്ലോർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. ഈ കോമ്പോസിറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിലധികം മെറ്റീരിയലുകൾ കൊണ്ട് ഫോം ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ഫ്ലോറുകളെ നമുക്ക് എന്ത് പറയാം? കോമ്പോസിറ്റ്. ഒരു മെറ്റീരിയൽ മാത്രമല്ല, അവിടെ ഒന്നിലധികം മെറ്റീരിയൽസ് ഉണ്ടാവും. അവരെ നമ്മൾ കോമ്പോസിറ്റ് ഫ്ലോറുകൾ എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. സോ നമ്മളിനി ടിമ്പർ ഫ്ലോറുകളുടെ ടൈപ്പുകളിലേക്ക് കടക്കാണ്. ഈ ടിമ്പർ ഫ്ലോറുകളെ തന്നെ നമ്മൾ എഗൈൻ 4 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു. ബേസ്മെൻറ്റ് ഓർ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ടിമ്പർ, ഫസ്റ്റ് വൺ. ദെൻ സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ, ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ, framed or triple joist timber floor. First one, basement or ground floor of timber, then single joist timber floor, double joist timber floor, triple joist timber floor. ആ ട്രിപ്പിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിനെ തന്നെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഫ്രെയിംഡ് ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ എന്നുള്ള പേര് കൂടി നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇതിൽ ആദ്യത്തെ ആളായിട്ടുള്ള ബേസ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ടിമ്പറിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. സോ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡാൻസ് ഹാളുകൾ, ഡ്രാമ ഹാളുകൾ, ഓഡിറ്റോറിയം എന്നിവിടങ്ങളിൽ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഫ്ലോറുകളാണ് എന്ന് PSC ചോദിക്കാറുണ്ട്. അവിടെയാണ് നമ്മുടെ ടിമ്പർ ഫ്ലോർ ആയിട്ടുള്ള ബേസ്മെൻറ്റ് ഓർ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ടിമ്പറിനെ നമ്മൾ യൂസ് ചെയ്യണേ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഡാൻസ് ഹാളുകളിൽ, ഡ്രാമ ഹാളുകളിൽ, ഓഡിറ്റോറിയംസ് തുടങ്ങിയവിടത്താണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? ഈ ബേസ്മെൻറ്റ് ഓർ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ടിമ്പറിനെ യൂസ് ചെയ്യുന്നത്. എത്രയാണ് അതിൻ്റെ സ്പാൻ വരിക? സ്പാൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 2.4 മീറ്റർ. 2.4 മീറ്റർ സ്പാൻ വരെയാണ് പൊതുവേ നമ്മൾ ഈ ഒരു ബേസ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ടിമ്പറിനെ നമ്മൾ യൂസ് ചെയ്യണേ. സോ എങ്ങനെയാണ് ഈ ഒരു ഫ്ലോർ ഇരിക്കുക? ഈ 2 പോയിൻ്റാണ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. കൂടുതലായിട്ട് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതാണ് ചോദിക്കാറുള്ളത് കേട്ടോ. ശരി, ഇനി ഇങ്ങോട്ടേക്ക് നോക്കുക. ഇതാണൊരു ബേസ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ടിമ്പർ. നിങ്ങൾക്ക് പല ലെയേഴ്സ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. ഏറ്റവും ബോട്ടത്തിലായിട്ട് കാണുന്നത് നമ്മുടെ PCCയുടെ ഒരു ലെയറാണ്. 1:2:4 എന്നുള്ള റേഷ്യോയിലാണ് ഈ PCC ലെയർ കൊടുത്തിട്ടുണ്ടാവുക. തിക്നെസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് നമ്മൾ കൊടുക്കുന്നത്? 100 to 150 mm തിക്നെസ്സിലാണ് നമ്മളിവരെ കൊടുക്കുക. ഓക്കെ, 100 to 150 mm തിക്നെസ്സിലാണ് ഇവരെ കൊടുക്കാറുള്ളത്. ദെൻ അതിന് മുകളിലായിട്ട് നമ്മൾ 1 to 1.5 തിക്നെസ് ഉള്ള ബ്രിക്ക് യൂസ് ചെയ്തിട്ട് half to 1 brick thickness ഉള്ള ഇവിടെ കാണുന്നതാണ് ബേസ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ടിമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബോട്ടത്തിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ PCCയുടെ ഒരു ലെയർ കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ 100 to 150 mm തിക്നെസ്സിലാണ് നമ്മൾ പൊതുവെ ഈ ലെയേഴ്സിനെ കൊടുക്കാറുള്ളത്. ദെൻ അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്ലീപ്പർ വോൾ ഉണ്ട്. ഒരു 1/2 to 1 ബ്രിക്ക് തിക്നെസ് ഉള്ള സ്ലീപ്പർ വോൾസ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സ്ലീപ്പർ വോളുകൾക്കിടയിലുള്ള സ്പേസിങ് എന്ന് പറയുന്നത് 1.2 to 1.8 മീറ്റർ ആണ്. ദെൻ അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു
ബ്രിഡ്ജിങ് ജോയിസ്റ്റിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ബ്രിഡ്ജിങ് ജോയിസ്റ്റുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് എന്ന് പറയുന്നത് 300 mm ആയിരിക്കും. ഓക്കെ, ഇതൊന്നും അത്ര അധികം കാര്യമായിട്ട് ചോദിക്കുന്നില്ല, ഡയമെൻഷൻ എങ്കിലും ജസ്റ്റ് പറഞ്ഞതാണ്. അവിടെ എന്തൊക്കെ ഉണ്ട്, PCCയുടെ ലെയർ, പിന്നെ അതിൻ്റെ മുകളിൽ സ്ലീപ്പർ വോള്, ദെൻ അതിൻ്റെ മുകളിൽ ബ്രിഡ്ജിങ് ജോയിസ്റ്റ്, ദെൻ ഏറ്റവും ടോപ്പിലായിട്ടാണ് നമ്മുടെ ഫ്ലോർ ബോർഡ് ഉണ്ടാവുക. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ബേസ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ടിമ്പറിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ അതാണ് നമ്മുടെ ആദ്യത്തെ ടൈപ്പ് ഓഫ് ഫ്ലോർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഫ്ലോർ തൊട്ട് നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് പോയിൻറ്റ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ടൈപ്പാണ് സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ എന്ന് പറയുന്നത്. ഓക്കെ, സ്പാൻ 3.6 മീറ്റർ വരെ ആകുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിനെ യൂസ് ചെയ്യുക. 3.6 മീറ്റർ സ്പാൻ വരെയാണ് നമ്മൾ സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിനെ യൂസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ ഇരിക്കുക എന്ന് കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കുക ഞാൻ ദാ ഇവിടെയാണ് എൻ്റെ ഫ്ലോറിനെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, കളർ മാറ്റാം. ഇവിടെയാണ് ഞാൻ എൻ്റെ ഫ്ലോറിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിചാരിക്കുക. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടർ സ്പാനിലാണ് ഞാൻ എപ്പോഴും ആദ്യത്തെ എലമെൻറ്റിനെ വെക്കുക. ഞാനിവിടെ ഷോർട്ടർ സ്പാനിലായിട്ട് ഞാൻ ആദ്യം ഇവിടെ ബ്രിഡ്ജിങ് ജോയിസ്റ്റിനെ വെച്ച് കൊടുക്കുന്നു. ഷോർട്ടർ സ്പാനിലായിട്ട് ഞാൻ ബ്രിഡ്ജിങ് ജോയിസ്റ്റിനെ വെക്കുന്നു. അതിന് മുകളിൽ ലോങ്ങർ സ്പാനിലായിട്ട് ഞാൻ ആരെ വെച്ച് കൊടുക്കുന്നു, ലോങ്ങർ സ്പാനിലായിട്ട് ഞാൻ ഫ്ലോർ ബോർഡുകൾ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ ഉണ്ടാവുക. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഒരു സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിൽ ഷോർട്ടർ സ്പാനിൽ ആരാണുള്ളത്, ബ്രിഡ്ജിങ് ജോയിസ്റ്റ് ആണ്. ഒരു സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിൽ ലോങ്ങർ സ്പാനിൽ ആരാണുള്ളത്, ഫ്ലോർ ബോർഡാണ് ലോങ്ങർ സ്പാനിൽ വരുന്നത്. ഓക്കെ, ഈ 2 പോയിൻറ്റ്, ഈ 3 പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി മറ്റൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പാൻ എന്ന് പറയുന്നത് 2.4 മീറ്ററിൽ കൂടുന്ന സമയത്ത് നമ്മൾ ഈ ബ്രിഡ്ജിങ് ജോയിസ്റ്റുകളെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഒരു അഡീഷണൽ സ്ട്രട്ടിങ് അവിടെ കൊടുക്കാറുണ്ട്. ആ സ്ട്രട്ടിങ്ങിനെയാണ് ഹെറിംഗ് ബോൺ സ്ട്രട്ടിങ് എന്ന് പറയാം. കണ്ടോ, നമ്മുടെ ബ്രിഡ്ജിങ് ജോയിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു സ്ട്രട്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹെറിംഗ് ബോൺ സ്ട്രട്ടിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്, സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിൽ പഠിക്കണം. അടുത്ത ടൈപ്പ് ആളാരാണ്, അടുത്ത ആളെന്ന് പറയുന്നത് ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ 3.6 മീറ്റർ സ്പാൻ വരെയാണ് അല്ലേ. അപ്പോൾ 3.6 മീറ്റർ മുതൽ 7.5 മീറ്റർ സ്പാൻ വരെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലോറുകളാണ് ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇതാണ് ഞാൻ ഫ്ലോർ വെക്കാൻ പോകുന്ന സ്ഥലം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ആദ്യത്തെ മെമ്പറിനെ ഷോർട്ടർ സ്പാനിലാണ് വെക്കുക എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ നേരത്തെ കേസിൽ നമ്മൾ ഷോർട്ടർ സ്പാനിൽ ആരെയാണ് വെച്ചത്, ഏറ്റവും ആദ്യം ബ്രിഡ്ജിങ് ജോയിസ്റ്റിനെ, അതിൻ്റെ മുകളിൽ നമ്മൾ വെച്ചത് ഫ്ലോർ ബോർഡിനെ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫ്ലോറിൻ്റെ സ്പാൻ കുറച്ചും കൂടെ കൂടി. അപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജിങ് ജോയിസ്റ്റ് മാത്രം പോരാ, ആ ബ്രിഡ്ജിങ് ജോയിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് നമുക്കൊരു മെമ്പർ കൂടി ആവശ്യമാണ്. സോ ബ്രിഡ്ജിങ് ജോയിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷോർട്ടർ ഡയറക്ഷനിൽ ആദ്യം നമ്മളൊരു മെമ്പറിനെ വെച്ച് കൊടുക്കുന്നു. നമ്മൾ വെച്ച് കൊടുക്കുന്ന ഈ ഒരു മെമ്പറിനെയാണ് നമ്മൾ ബൈൻഡർ എന്ന് പറയാം. ദെൻ ഈ ബൈൻഡറിൻ്റെ മുകളിലായിട്ട് ലോങ്ങർ സ്പാനിൽ ആര് വരുന്നു, ബ്രിഡ്ജിങ് ജോയിസ്റ്റ് വരുന്നു. ലോങ്ങർ സ്പാനിൽ ബ്രിഡ്ജിങ് ജോയിസ്റ്റ് വരുന്നു. ദെൻ എഗൈൻ ഈ ബ്രിഡ്ജിങ് ജോയിസ്റ്റിൻ്റെ മുകളിൽ ഷോർട്ടർ സ്പാനിൽ ആര് വരുന്നു, ഫ്ലോർ ബോർഡ് വരുന്നു. മനസ്സിലായോ? എപ്പോഴും ഷോർട്ടർ സ്പാനിൽ നിന്ന് നമ്മൾ വെച്ച് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഷോർട്ടർ സ്പാനിൽ ഇവിടെ ബ്രിഡ്ജിങ് ജോയിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ആദ്യം ആരെ വെച്ചു, നമ്മൾ ബൈൻഡറിനെ വെച്ചു. ബൈൻഡറിന് മുകളിൽ ലോങ്ങർ സ്പാനിൽ ആര് വന്നു, നമ്മുടെ ബ്രിഡ്ജിങ് ജോയിസ്റ്റ് വന്നു. ഇനി അഗൈൻ ബ്രിഡ്ജിങ് ജോയിസ്റ്റിൻ്റെ മുകളിൽ ഷോർട്ടർ സ്പാനിൽ ആരെ വെച്ചു, നമ്മൾ
ഫ്ലോർ ബോർഡിനെ വെച്ച്. അപ്പോൾ ആദ്യം ഷോർട്ടർ ഡയറക്ഷൻ, പിന്നെ ലോങ്ങർ ഡയറക്ഷൻ, ഷോർട്ടർ ഡയറക്ഷൻ, ലോങ്ങർ ഡയറക്ഷൻ, ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ ഇവരെ വെച്ച് പോകുന്നുണ്ടായിരിക്കാം കേട്ടോ, വെച്ച് പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതാണ് നമ്മളോട് ചോദിക്കും, ഒരു ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിൽ ആരാണ് ബ്രിഡ്ജിങ് ജോയിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിൽ ബ്രിഡ്ജിങ് ജോയിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് ബൈൻഡറാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഒരു ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിൽ ആരാണ് ലോങ്ങർ സ്പാനിലുള്ളത്? സോ ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിൽ ലോങ്ങർ സ്പാനിലുള്ള ആൾ ആരാണ്? ബ്രിഡ്ജിങ് ജോയിസ്റ്റ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിലാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. ദെൻ അടുത്ത ടൈപ്പ് ടിമ്പർ ഫ്ലോർ ആയിട്ട് നമ്മൾ ആരെയാണ് പഠിച്ചത്? ട്രിപ്പിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ അല്ലേ, അല്ലെങ്കിൽ നമ്മളതിനെ ഫ്രെയിംഡ് ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ എന്നാണ് നമ്മൾ അവരുടെ പേര് പഠിച്ചത്. ഓക്കെ, അവരുടെ പേര് നമ്മൾ പഠിച്ചത്. ഇത് ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിൻ്റെ ഒരു ഫിഗർ തന്നിരിക്കുകയാണ് കേട്ടോ, ഫിഗർ തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും, കണ്ടോ? ഷോർട്ടർ സ്പാനിൽ ബൈൻഡർ, ആ ബൈൻഡറിന് മുകളിലായിട്ട് ലോങ്ങർ സ്പാനിൽ കാണുന്നതാണ് നമ്മുടെ ബ്രിഡ്ജിങ് ജോയിസ്റ്റുകൾ. ഓക്കെ, ബ്രിഡ്ജിങ് ജോയിസ്റ്റുകൾ കേട്ടോ. ശരി, അപ്പോൾ നമ്മളിനി അടുത്തതിലേക്ക് പോകുന്നു. അടുത്തതാണ് നമ്മുടെ ഫ്രെയിംഡ് അല്ലെങ്കിൽ ട്രിപ്പിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ. അപ്പോൾ സ്പാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, സിംഗിൾ ജോയിസ്റ്റ് 3.6, ഡബിൾ 3.62. ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുക? 3.6 to 7.5 മീറ്റർ, ദെൻ 7.5 മീറ്റർ നമ്മൾ ഫ്രെയിംഡ് ഓർ ട്രിപ്പിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിനെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ 7.5 മീറ്റർ സ്പാനിലാണ് നമ്മളിവരെ പ്രൊവൈഡ് ചെയ്യുക. ഗ്രേറ്റർ ദാൻ 7.5 മീറ്റർ സ്പാൻ വരുന്ന കേസിലാണ് നമ്മൾ ആരെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫ്രെയിംഡ് ഓർ ട്രിപ്പിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഫ്ലോർ വരികയെന്നറിയോ? നോക്കൂ, ഒന്നും കൂടെ സ്പാൻ കൂടി. അപ്പോൾ നമ്മുടെ ബൈൻഡറിന് ഇനി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ബൈൻഡറിന് സപ്പോർട്ട് വേണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഷോർട്ടർ സ്പാനിൽ നമ്മൾ ഫസ്റ്റ് ഗേർഡറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബൈൻഡറിനെ സപ്പോർട്ട് ചെയ്യാൻ ഗേർഡറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി ലോങ്ങർ സ്പാനിൽ ഗേർഡറിൻ്റെ മുകളിലായി നമ്മൾ ആരെ വെച്ച് കൊടുത്തു? ബൈൻഡറിനെ വെച്ച് കൊടുത്തു. ഇനി ബൈൻഡറിൻ്റെ മുകളിലായിട്ട് ആര് വന്നു? നമ്മുടെ ബ്രിഡ്ജിങ് ജോയിസ്റ്റ് ഷോർട്ടർ സ്പാനിൽ വന്നു. എഗൈൻ ഇതിന് മുകളിലായിട്ട് ലോങ്ങർ സ്പാനിൽ നമ്മൾ ആരെ വെച്ച് കൊടുത്തു? നമ്മുടെ ഫ്ലോർ ബോർഡിനെ വെച്ച് കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ ഏതൊരു ഫ്ലോർ തുടങ്ങുമ്പോഴും ഷോർട്ടർ സ്പാൻ എന്നാണ് തുടങ്ങുക. അപ്പോൾ സിംഗിൾ ജോയിസ്റ്റ് ആയപ്പോൾ ഒരു ബ്രിഡ്ജിങ് ജോയിസ്റ്റ് മാത്രം മതിയായിരുന്നു. ഡബിൾ ജോയിസ്റ്റ് ആയപ്പോൾ ആ ബ്രിഡ്ജിങ് ജോയിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ബൈൻഡറിൻ്റെ ആവശ്യം വന്നു. ട്രിപ്പിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ വന്നപ്പോൾ ആ ബൈൻഡറിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഗേർഡറിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ ഷോർട്ടർ സ്പാനിൽ ആദ്യം ഗേർഡർ വന്നു, പിന്നെ ലോങ്ങർ സ്പാനിൽ ആര് വന്നു? ബ്രിഡ്ജിങ് ജോയിസ്റ്റ് വന്നു, പിന്നെ എഗൈൻ ഷോർട്ടർ സ്പാനിൽ ആര് വന്നു? നമ്മുടെ ബൈൻഡർ വന്നു. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? ആദ്യം ഇപ്പോൾ നമ്മൾ ഷോർട്ടർ സ്പാനിൽ ആദ്യം ഇവിടെ ആരെ വെച്ച് കൊടുത്തു? ഷോർട്ടർ സ്പാനിൽ ഫസ്റ്റ് ഗേർഡറിനെ വെച്ചു. ഗേർഡറിൻ്റെ മുകളിലായിട്ട് ലോങ്ങർ സ്പാനിൽ ബൈൻഡർ വന്നു. ബൈൻഡറിൻ്റെ മുകളിലായിട്ട് ഷോർട്ടർ സ്പാനിൽ വീണ്ടും ബ്രിഡ്ജിങ് ജോയിസ്റ്റിനെ വെച്ചു. അതിന് മുകളിൽ ലോങ്ങർ സ്പാനിൽ ആരെ വെച്ചു? ഫ്ലോർ ബോർഡിനെ നമ്മൾ വെച്ച് കൊടുത്തു. ഓക്കെ, മാത്രമല്ല ഇവിടെ നമ്മുടെ ആരുണ്ട്? ബൈൻഡറിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഗേർഡറിനെ കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ബൈൻഡറും ഗേർഡറും തമ്മിലുള്ള കണക്ഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ജോയിൻറ്റിനെയാണ് ടസ്ക് ആൻഡ് ടെനൻ ജോയിൻ്റ് എന്ന് വിളിക്കുക കേട്ടോ. ബൈൻഡറും ഗേർഡറും തമ്മിലുള്ള കണക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ജോയിൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ടസ്ക് ആൻഡ് ടെനൻ ജോയിൻറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിമ്പർ ഫ്ലോറുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം പിടികിട്ടി കാണുമല്ലോ. ഈ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പ്രധാനമായും 4 ടൈപ്പ് ടിമ്പർ ഫ്ലോറുകളുണ്ട് എന്ന് പറഞ്ഞു. ഈ 4 ടൈപ്പ് ടിമ്പർ ഫ്ലോറുകളുടെയും സ്പാനിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ജോയിൻറ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ ഓരോ മെമ്പേഴ്സും സ്പാൻ ചെയ്തിട്ടുള്ളത് ഏത് ഡയറക്ഷനിലാണെന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ടിമ്പർ ഫ്ലോറിൽ പഠിക്കാനുള്ള പോയിൻറ്റ്സ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ LSGD 3rd ഗ്രേഡ് എക്സാമാണ് ഇനി വരാനായിട്ടുള്ളത്. ഈ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സാമാണ് LSGD 3rd ഗ്രേഡ് എക്സാം. അപ്പോൾ ഈ ഒരു എക്സാമിന് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തവണ നിങ്ങൾ ഓവർസിയർ ലെവൽ സബ്ജക്ട്സ് എല്ലാം പഠിച്ചിട്ടുണ്ട്, ഒരു ക്വിക്ക് റിവിഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലം ടെക്നിക്കലിൻ്റെ
LSTD 3rd ഗ്രേഡിൻ്റെ ക്യുക്ക് റിവിഷൻ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തിയറി ഡിസ്കസ് ചെയ്യും. തിയറിയുടെ ഒപ്പം തന്നെ നമ്മൾ ആ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ഒപ്പം പറഞ്ഞു പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പ്ലസ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റിവിഷൻ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിന് വെറും 1,999 ആണ് ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ഇപ്പോഴും അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ക്യുക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലേക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ക സിലബസ് ബേസ്ഡ് ആയിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതുമായിരിക്കും നമ്മുടെ ക്ലാസ് കേട്ടോ. അപ്പം എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. സോ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെക്നിക്കൽ നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഫ്ലോസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ആ ഫ്ലോർസിൽ നിന്ന് ചോദിച്ച കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിയാവുന്ന ആൻസറുകൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് ഇടാനായിട്ട് നോക്കുക. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഇതാണ്. In a single joist timber floor, the timber planking is fixed over. Okay. നമ്മൾ ഒരു സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിൽ ടിമ്പർ പ്ലാങ്കിങ് നമ്മൾ വെക്കുന്നത് എന്തിന്? ടിമ്പർ പ്ലാങ്കിങ് മീൻസ് നമ്മുടെ ഫ്ലോർ ബോർഡാണ് ഉദ്ദേശിക്കുന്നത്. ആരുടെ മുകളിലാണ് നമ്മുടെ ഫ്ലോർ ബോർഡിനെ നമ്മൾ വെച്ച് കൊടുക്കുന്നത്? ഒരു സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ ആണെങ്കിൽ ആരുടെ മുകളിലാണ്? എവിടെയാണ്? ബ്രിഡ്ജിങ് ജോയിസ്റ്റിൻ്റെ മുകളിലാണ്. ദെൻ രണ്ടാമത്തെ ചോദ്യം എന്താ? സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ ഇസ് അഡോപ്റ്റഡ് ഫോർ എ മാക്സിമം സ്പാൻ ഓഫ് എത്ര സ്പാൻ വരെയാണ് നമ്മൾ സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിനെ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ മാക്സിമം 3.6 മീറ്റർ സ്പാൻ വരെയാണ് നമ്മൾ സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിനെ ഉപയോഗിക്കുന്നത്. ദെൻ അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, തേർഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. തേർഡ് ക്വസ്റ്റ്യൻ എഗൈൻ സ്പാൻ ആണ്. ദ സ്യൂട്ടബിൾ സ്പാൻ ഫോർ എ ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ. ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പാൻ നമ്മൾ പഠിച്ചതാ. 3.6 സിംഗിൾ ജോയിസ്റ്റിനാണെങ്കിൽ 3.6 to 7.5 മീറ്റർ സ്പാൻ വരെയാണ് നമ്മൾ ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിനെ ഉപയോഗിക്കുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഒരു ടിമ്പർ ഫ്ലോറിൻ്റെ ടോപ്പ് സർഫസിന് അല്ലെങ്കിൽ വിയറിംഗ് സർഫസിന്, അപ്പോൾ ഇത് ഏതൊരു സർഫസ് ആണെങ്കിലും നമ്മൾ ചവിട്ടി നടക്കുന്ന ഭാഗമാണ് വിയറിംഗ് സർഫസ്. അപ്പോൾ ഒരു ടിമ്പർ ഫ്ലോറിൽ ആ വിയറിംഗ് സർഫസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് ആരെയാണെന്നാണ് ചോദിച്ചത്. ടിമ്പർ ഫ്ലോർ ആയതുകൊണ്ട് അവിടുത്തെ വിയറിംഗ് സർഫസ് ആണ് ഫ്ലോർ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A type of floor used in dancing hall, auditorium, etc. ഡാൻസ് ഹാളിലും ഓഡിറ്റോറിയസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഫ്ലോർ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വുഡൻ ഫ്ലോർ എന്നാണ് പറയുന്നത്. ഓക്കെ, വുഡൻ ഫ്ലോർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടിമ്പർ ഫ്ലോറിനെ കുറിച്ചുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇപ്പം ഡിസ്കസ് ചെയ്തത്. ഇതുപോലെയുള്ള കൂടുതൽ ടോപ്പിക്സുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.